വെള്ളിച്ചില്ലും വിതറി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ. ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഹോസ്റ്റലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് ബ്രഷ് ഒക്കെ ചെയ്തതിനു ശേഷം നമ്മൾ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ തന്നെയുള്ള പരിപാടിയാണ് സ്കിൻ കെയർ ചെയ്യാന്നുള്ളത് കേട്ടോ. റീസെന്റ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ കുറച്ചായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് മാമായത്തിൻ്റെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. പുറത്തൊന്നും പോകാനില്ല, എന്നാലും ജസ്റ്റ് സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയത്. കാരണം നമ്മുടെ സ്കിന്നിന് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഒരു നോർമൽ ലിപ് ബാം കൂടെ ഇട്ട് കൊടുത്ത് ജേർണലിങ് എഴുതുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. മൈൻഡിനൊക്കെ ഭയങ്കര റിലാക്സ് ആവും. നമ്മുടെ ഡേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പല രീതിയിലും നമുക്ക് ജേർണലിങ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മുടെ മനസ്സിലുള്ള തോട്ട്സ്, സങ്കടങ്ങളാണ് എന്താണെങ്കിലും നമുക്കത് എഴുതി വെക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നമ്മളെ ജേർണലിങ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ ജേർണലിങ് എഴുതാറുണ്ട്. ഒന്നും എഴുതാനില്ലെങ്കിൽ ടു ഡു ലിസ്റ്റ് എങ്കിലും എഴുതി വെച്ചിട്ട് ആ ഡേ ഒരു പ്ലാൻ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ മാത്രമേ പെയിന്റ് ഒക്കെ കൊടുക്കുള്ളൂ കേട്ടോ. പിന്നെ ബെഡ് മേക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ് കേട്ടോ. അതിൽ 2 മടക്കാക്കിയിട്ടാണ് കേട്ടോ ഈ സിംഗിൾ ബെഡുമൊക്കെ പാകാക്കിയിട്ടുള്ളത്. അതിന്റെ തലക്കിണി ഒന്നാണ് യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതൊക്കെ 2 കുഷ്യനും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബെഡ് മേക്ക് ചെയ്തു. രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ് നമ്മൾ ക്ലീൻ ആക്കിയാൽ തന്നെ നമ്മുടെ പകുതി ഭാരം കുറഞ്ഞിട്ടു കേട്ടോ. പിന്നെ ഇന്നലെ ഞാൻ പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ തൊലി നമുക്ക് കിച്ചണിൽ കൊണ്ടുപോയിടണം. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് വെള്ളം എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുപ്പിയിൽ നിന്ന് മറ്റേ കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൽ കൊണ്ടുപോയിട്ട് വെള്ളം എടുക്കണം. മോട്ടിവേഷൻ വാട്ടർ ബോട്ടിൽ ഞാനൊരു കോംബോ ആയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. ഇതിന്റെ കൂടെ ഒന്നുകൂടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുത്ത്. അപ്പോൾ അതിൽ വെള്ളം എടുക്കുകയാണെങ്കിൽ നമ്മൾ ടൈം നോക്കിയിട്ട് വെള്ളം കുടിക്കും കേട്ടോ. അപ്പോൾ കുറേ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് ചെന്നപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. ഉള്ളിലേക്ക് എനിക്കത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല മഴയുള്ളത്. വേസ്റ്റ് ആണെങ്കിലും ഫ്രൂട്ട്സിന്റെ വേസ്റ്റ് ആണെങ്കിലും എന്തുണ്ടെങ്കിലും ഇവിടെ കൊണ്ടാണ് കേട്ടോ ഇടേണ്ടത്. അല്ലാതെ നമുക്ക് അവിടെ ഇടാൻ പറ്റൂല. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളം നമുക്ക് ഫിൽറ്റർ ചെയ്ത വെള്ളമാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്നുള്ളത് കുഞ്ഞുദോശയാണ് കേട്ടോ. എന്നും നല്ല ഫുഡാണ് കേട്ടോ ഇവിടുന്ന് കിട്ടുന്നത്. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഫുഡൊന്നും അല്ല. ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു PG തന്നെയാണ് കേട്ടോ. ഇത് അപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പോൾ ഇതിൽ അങ്ങനെ കുട്ടികൾ താമസിക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 3 ദോശയും അതുപോലെ സാമ്പാറായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്. രാത്രിയാണെങ്കിൽ നമുക്ക് നോൺ വെജ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഡെയിലി. അപ്പോൾ ഇതൊക്കെ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് മഴ കുറച്ചൊരു കുറവുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് തന്നെ ഫുഡ് കഴിക്കാറുള്ളത്. ഞാൻ പിന്നെ റൂമിൽ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എൻ്റെ റൂമിൽ തന്നെ വന്ന് കഴിക്കണം. എനിക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഹോസ്റ്റലിൽ വന്നതിന് ശേഷം നല്ല ഫുഡാണ് കഴിക്കുന്നത് കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം കഴിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ ഇറച്ചി മീൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതില്ലെങ്കിൽ കാക്കൂന് ഫുഡ് ഇറങ്ങൂല. പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് പച്ചക്കറിയൊക്കെ അത്യാവശ്യം കഴിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിരിക്കുന്നുണ്ട് കേട്ടോ. ഒരാഴ്ചയൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഫുഡ് അടിക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് കോളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 11 മണിയായപ്പോൾ ജസ്റ്റ് റോബസ്റ്റ് പായ എടുത്തിട്ട് കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ. എനിക്കൊരു 11 മണിയാകുമ്പോൾ ഇപ്പോൾ നല്ല വിശപ്പാണ്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ. എന്താ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിരിക്കും. അല്ലെങ്കിൽ വല്ല ബേക്കറി ഒക്കെ എടുത്ത് കഴിക്കുകയും ചെയ്യും. അത് അത്ര നല്ലതല്ല കേട്ടോ. ഞാനാണെങ്കിൽ പച്ചവെള്ളം കുടിച്ചാൽ പോലും തടിക്കണ കൂട്ടത്തിൽ പെട്ടതാണ്. റോബസ്റ്റ് പായ ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെയും കുറച്ചുകൂടെ കോളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ കൂടെ. പിന്നെ എനിക്ക് കുറച്ച് സംഭവങ്ങൾ കട്ട് ചെയ്ത് വെക്കാണ്ടായിരുന്നു. ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള പല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന കത്രികയാണ് കേട്ടോ. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് പ്രിന്റ് ചെയ്തെടുത്തതാണ്. ഓരോ കാര്യങ്ങൾ നമ്മുടെ ഡേ ഒക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വെക്കാണ് കേട്ടോ. ഇതിൽ കാണിച്ച മീഷോയിലുള്ള പ്രൊഡക്ട്സിന്റെ ഒക്കെ ലിങ്ക് നമ്മുടെ ചാനൽ ബയോയിലുള്ള പ്രൊഡക്റ്റ് ലിങ്കിൽ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനായി. അപ്പോൾ ഇതൊക്കെ ചോറും സാമ്പാറും പിന്നെ സോയാബീൻ കറിയും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാനൊന്ന് പുറത്ത് പോവാണ്. പിന്നെ ഒന്ന് റെസ്റ്റ് ചെയ്തതിനു ശേഷമാണ് കേട്ടോ പുറത്ത് പോകുന്നത്. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ മാറ്റി ഒക്കെ ഒന്ന് ജസ്റ്റ് ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ എപ്പോഴും ഹിജാബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ടൗണിൽ പോയിട്ട് സ്റ്റുഡിയോയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റുഡിയോയിൽ കയറി ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇടുന്ന ആ ഒരു മോഡൽ എനിക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനൊന്ന് പോയിട്ട് ചായയും അതുപോലെ ഇവിടുത്തെ ചട്ടിപത്രിയും കഴിച്ചിട്ടോ. കോഴിക്കോട് പറഞ്ഞാൽ പിന്നെ
ചട്ടിപത്തിരി നല്ല ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഒരു കട്ട്ലേറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയത്ത് ചായ കുടിക്കുക എന്നുള്ളത് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ ഞാൻ അസർക്ക് അങ്ങനെ വല്ലാതെ ചായ ഒന്നും കുടിക്കൂല കേട്ടോ. പുറത്ത് പോവുകയാണെങ്കിൽ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ ആസ്വദിച്ച് കുടിക്കും കേട്ടോ. അപ്പോഴത്തേക്കും ചട്ടിപ്പത്തിരിയൊക്കെ നല്ല ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ പിന്നെ പലഹാരങ്ങൾക്ക് ടേസ്റ്റിന് പിന്നെ ഒരു കുറവുണ്ടാവില്ല അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഒരു പേടൻ്റെ ഒരു മുട്ടായി എടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഞാനൊരു ഫിലിമിന് പോവാണ്. ഞാൻ അങ്ങനെ ഫിലിമിനൊന്നും പോവലുണ്ടായില്ല. കാക്കുവാണ് കേട്ടോ റീസെൻ്റ്ലി ഇപ്പോൾ കാക്കുവിൻ്റെ കൂടെ എന്നെ കൊണ്ടുപോയി ശീലാക്കിയത്. ഏതോ ഒരു പടമായതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ പോലും അതിനധികം ഇല്ല കേട്ടോ. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചും ചെയ്തു അതിൻ്റെ കൂടെ. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയിട്ടോ. ഹോസ്റ്റലിലെത്തിയിട്ട് നമുക്കിന്ന് ബിരിയാണി റൈസും അതുപോലെ ചിക്കൻ കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ കടന്നുറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ കൂട്ടുകാരെ. കാലമായിട്ട് ഞാൻ ഇപ്പോഴാണ് ഒരു ഡേ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.